നമസ്കാരം, എല്ലാവർക്കും TV9 മലയാളത്തിൻ്റെ ഏറ്റവും പുതിയ ലൈവ് വീഡിയോയിലേക്ക് സ്വാഗതം. ഈ 8ാം ശമ്പള കമ്മീഷൻ എന്നോ പ്രാബല്യത്തിൽ വരും എന്ന് കാത്തിരിക്കുകയാണ് ലക്ഷത്തോളം വരുന്ന കേന്ദ്ര സർക്കാർ ജീവനക്കാർ. ഈ ജനുവരി ഈ കഴിഞ്ഞ 2026 ഈ വർഷത്തെ ജനുവരി മാസം മുതൽ ശരിക്കും പറഞ്ഞാലാണ് ഈ 8ാം ശമ്പള കമ്മീഷൻ്റെ സമയം ആരംഭിക്കുന്നത്. ഈ കഴിഞ്ഞ നവംബർ 2025 നവംബറിലാണ് കേന്ദ്ര സർക്കാർ 8ാം ശമ്പള കമ്മീഷനെ, അതായത് 8ാം ശമ്പള കമ്മീഷൻ നിർണ്ണയിക്കുന്നത്, ശമ്പളം നിർണ്ണയിക്കാൻ വേണ്ടി ഒരു 3 അംഗ കമ്മീഷനെ നിയമിക്കുന്നത്. അതുമായി പ്രഖ്യാപനം പാർലമെന്റിൽ ഉണ്ടാകുന്നത്. അപ്പം അതിനുശേഷം ഒരു 3 അംഗ ഒരു കമ്മിറ്റിയെ നിയമിക്കുന്നു. ആ 3 കമ്മിറ്റിയുടെ പഠനങ്ങളും വിലയിരുത്തലും ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്തിടെ 8ാം ശമ്പള കമ്മീഷനുമായി ബന്ധപ്പെട്ടുള്ള പല റിപ്പോർട്ടുകളും വരാറുണ്ട്. ഫിറ്റ്മെന്റ് ഫാക്ടറുമായി ബന്ധപ്പെട്ടുള്ള പല ചർച്ചകളും നടക്കാറുണ്ട്. ഈ DA ഏത് രീതിയിൽ മെർജ് അല്ലെങ്കിൽ ശമ്പളവുമായി ലയിപ്പിക്കും എന്നുള്ള കാര്യങ്ങൾ ചർച്ച നടക്കാറുണ്ട്. എന്നിരുന്നാൽ എന്താണ് ശരിക്കും പറഞ്ഞാൽ കേന്ദ്ര സർക്കാർ ജീവനക്കാർ അറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഫിറ്റ്മെന്റ് ഫാക്ടർ, DA മെർജ്, ഈ പറയുന്ന കാര്യങ്ങളിലൊന്നും ഇതേവരെ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. ഏറ്റവും പുതിയതായിട്ട് ലഭിച്ച റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ 8ാം ശമ്പള കമ്മീഷൻ നൽകുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇതുവരെ നടത്തിയിട്ടുള്ള ഡേറ്റ കളക്ഷൻ മാത്രമാണ്. ഡേറ്റ കളക്ഷൻ്റെ അവസാന തീയതി ഈ കഴിഞ്ഞ ജൂലൈ 31 മാത്രമാണ്. അതായത് ഡേറ്റ കളക്ഷൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ വിവിധ മന്ത്രാലയത്തിൽ നിന്നും, വിവിധ മന്ത്രാലയത്തിന് കീഴിലുള്ള വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ, ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ടല്ലോ, ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കുക എന്ന് ഉദ്ദേശിക്കുന്നത് പറയുന്നത് ഓരോ ജീവനക്കാരെ, ഓരോ സ്കെയിലിലുള്ളതും ഓരോ പേ ലെവലിലുള്ള ജീവനക്കാരുടെയും ശമ്പളവും അവരുടെ ശമ്പളത്തിൻ്റെ സ്ട്രക്ചറും കാര്യങ്ങളും മറ്റു വിവരങ്ങളും പിന്നെ പെൻഷനും അതിലുൾപ്പെടെയുള്ള എല്ലാ വിവരങ്ങളും അടങ്ങുന്ന ഒരു ഡേറ്റ, ഒരു വിപുലീകരിച്ചൊരു ഡേറ്റയാണ്. അത് ശേഖരിക്കുകയും അതോടൊപ്പം തന്നെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും ഓരോ മന്ത്രാലയത്തിൻ്റെയും കീഴിൽ എത്രത്തോളം വേക്കൻസീസ് ഉണ്ട്, ഇനി എന്തൊക്കെ അത് ഫില്ല് ചെയ്യാൻ നിൽക്കുന്നു, ഇതൊക്കെ എത്രത്തോളം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, ഇത്തരത്തിലുള്ള എല്ലാ രേഖകളുമാണ് ഡേറ്റ കളക്ഷൻ എന്ന പേരിൽ 8th പേ കമ്മീഷൻ സ്വീകരിച്ചിട്ടുള്ളത്. അത് അതിൻ്റെ അവസാന തീയതി ഈ കഴിഞ്ഞ ജൂലൈ 31 അതോടൊപ്പം തന്നെ വിവിധ സംഘടനകളുമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട്. വിവിധ സംഘടനകൾ, അതായത് ഓരോരോ കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ ചില സംഘടനകൾക്ക് ഉണ്ടല്ലോ. നമ്മുടെ പലരുടെ സംഘടനയുണ്ട്. ഇപ്പം ഈ പറയുന്ന പെൻഷൻകാരുടെ സംഘടനകളുണ്ട്, വിവിധ സംഘടനകളുണ്ട്. അപ്പം ഇവരുമായിട്ടുള്ള വിവരങ്ങളൊക്കെ ശേഖരിക്കുകയും അവരുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് പരിഗണിക്കുകയും ചെയ്യും. കാരണം ഒറ്റയ്ക്കൊരു തീരുമാനം, ഏകപക്ഷീയമായ ഒരു തീരുമാനം ഇതൊന്നും എടുക്കത്തില്ല. അപ്പം അതെല്ലാം ഈ പറയുന്ന ഡേറ്റ കളക്ഷൻ്റെ ഭാഗമായിട്ട് സ്വീകരിച്ചിട്ടുണ്ട്. ഇനിയും വിവരങ്ങൾ അവർ ശേഖരിക്കുന്നുണ്ട്. ഈ ഡേറ്റകളെല്ലാം മാത്രം സ്വീകരിക്കുക മാത്രം, ഇതിൽ മറ്റു വിവരങ്ങളൊന്നും, ഫിറ്റ്മെന്റ് ഘടകത്തെ പറ്റി ഞാൻ പറയാം. എന്താണ് ഫിറ്റ്മെന്റ് ഫാക്ടറിനെ പറ്റിയോ അല്ലെങ്കിൽ DA മെർജറിനെ പറ്റിയോ, അടിസ്ഥാന ശമ്പളം 18,000 രൂപയായി ഉയർത്തുമോ, അത്തരത്തിലൊന്നും ഒരു തീരുമാനവും ഉണ്ടായിട്ടില്ല. നിലവിൽ ആകെ നടന്നിട്ടുള്ളത് ഡേറ്റ കളക്ഷൻ. ഒരു പുതിയൊരു മൈൽ സ്റ്റോൺസ് ആണ്. കാരണം 2025 നവംബറിൽ ഒരു കമ്മീഷൻ രൂപീകരിക്കണമെന്ന് സർക്കാർ അറിയിക്കുന്നു. പിന്നീട് 3 അംഗ കമ്മീഷനെ നിയമിക്കുന്നു. അതിനുശേഷം ഇപ്പോൾ എല്ലാ വിവരങ്ങളുമായിട്ടുള്ള വിവരശേഖരണം, ഡേറ്റ കളക്ഷൻ നടത്തി മറ്റൊരു മൈൽ സ്റ്റോൺ അല്ലെങ്കിൽ ഒരു നാഴികക്കല്ല് ഇവിടെ താണ്ടിയിരിക്കുകയാണ്. ഇനി സർക്കാർ ജീവനക്കാർക്കുള്ള ശമ്പള വർധനവ് എത്രയാണെന്ന് അറിയാനുള്ള ഒരു പുതിയൊരു നാഴികക്കല്ല് മാറി എന്ന് മാത്രമാണ്. ഞാൻ അതിൽ ഒരിക്കലും ഫിറ്റ്മെന്റ് ഫാക്ടറിനെ പറ്റി പറഞ്ഞിട്ടില്ല. അപ്പോൾ ഫിറ്റ്മെന്റ് ഫാക്ടർ എന്താണെന്ന് പലർക്കും കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് സംശയമുള്ളത്. ഫിറ്റ്മെന്റ് ഘടകം എന്ന് പറയും മലയാളത്തിൽ. ഫിറ്റ്മെന്റ് ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫിറ്റ്മെന്റ് ഫാക്ടർ ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് ലഭിക്കാൻ പോകുന്ന അടിസ്ഥാന ശമ്പളം എത്രയാണെന്ന് നിർണ്ണയിക്കുന്നത്. അതായത് ഒരു കേന്ദ്ര സർക്കാർ ജീവനക്കാരന് പുതുതായിട്ട് കയറുന്നതോ അല്ലെങ്കിൽ ഏറ്റവും താഴെത്തട്ടിലുള്ള ഒരു കേന്ദ്ര സർക്കാർ ജീവനക്കാരന് ലഭിക്കുന്ന അടിസ്ഥാന ശമ്പളം 18,000 രൂപയാണ്. ഈ 18,000 രൂപയായിട്ട് നിർണ്ണയിച്ചത് ഫിറ്റ്മെന്റ് ഫാക്ടറാണ്. അതായത് 7ാം ശമ്പള കമ്മീഷൻ പ്രകാരം. ഈ 7ാം ശമ്പള കമ്മീഷൻ അത് എങ്ങനെ നിർണ്ണയിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ രാജ്യത്തെ പണപ്പെരുപ്പം, ജീവിത ചെലവുകളുടെ വിലയിരുത്തലുകളുണ്ട്, പിന്നെ മറ്റ് ബേസിക് ആയിട്ടുള്ള മറ്റു കാര്യങ്ങളുണ്ട്. ഇതെല്ലാം ബേസ് ചെയ്തിട്ട് ഒരു കണക്ക് ഈ പറയുന്ന അല്ലെങ്കിൽ ഒരു രേഖ, ഒരു കണക്കുണ്ട്.
ഈ ശമ്പള കമ്മീഷൻ അവർ രേഖകളെല്ലാം ബേസ് ചെയ്ത് അവർ കണക്കാക്കും. ഈ കണക്കിനെ ബേസ് ചെയ്താണ് കേന്ദ്ര സർക്കാരാണ് ഫിറ്റ്മെന്റ് ഫാക്ടർ എത്ര എന്നുണ്ടെങ്കിൽ ഇതൊന്നും ഏകപക്ഷീയമായിട്ട് ഒരു സർക്കാരും നിർണ്ണയിക്കുന്നില്ല. കാരണം ഇതിന് പ്രത്യേകമായിട്ടുള്ള രേഖകളും കാര്യങ്ങളും എല്ലാം കമ്മീഷൻ മുന്നോട്ട് വെക്കുന്നുണ്ട്. കമ്മീഷൻ എന്തൊക്കെയാണോ, കമ്മീഷന്റെ കണ്ടെത്തലുകൾ എന്തൊക്കെയാണോ, കമ്മീഷന്റെ നിർദ്ദേശം എന്തൊക്കെയാണോ എന്ന് എല്ലാവരും പറയുന്നത്. അതുകൊണ്ട് ഏകപക്ഷീയമായിട്ട് ആർക്കും ഫിറ്റ്മെന്റ് ഘടകം അല്ലെങ്കിൽ ഫിറ്റ്മെന്റ് ഫാക്ടർ എത്രയാണെന്ന് നിർണ്ണയിക്കാൻ സാധിക്കത്തില്ല. 7ാം ശമ്പള കമ്മീഷൻ നിലവിൽ വന്നപ്പോൾ 2.57 ഇത് ശതമാന കണക്കല്ല, നമ്മൾ 2x എന്നൊക്കെ പറയുന്നത്. അതായത് നമുക്കൊരു കണക്കാണ്, അത് അവരുടെ ഒരു കണക്കാണ്. ഇപ്പം 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഒരു 2 ഫിറ്റ്മെന്റ് ഘടകം 2 ആണെങ്കിൽ നിലവിൽ 18,000 മുതൽ 7ാം ശമ്പള കമ്മീഷൻ പ്രകാരം നിലവിൽ 18,000 രൂപ അടിസ്ഥാന ശമ്പളം ലഭിക്കുമ്പോൾ അത് 8ാം ശമ്പള കമ്മീഷനിൽ ഫിറ്റ്മെന്റ് ഘടകം 2 ആണെങ്കിൽ നീട്ടി പറയുന്നതേ ഉള്ളൂ, 2 ആണെങ്കിൽ ആ 18,000 ഇരട്ടിയാകും അടിസ്ഥാന ശമ്പളം. അതായത് 36,000 രൂപയെങ്കിലും അടിസ്ഥാന ശമ്പളമായി മാറും. അതായത് ഫിറ്റ്മെന്റ് ഘടകം ഒരിക്കലും നിർണയിച്ചിട്ടില്ല, ഇതൊരു ഞാൻ ഉദാഹരണം മാത്രമാണ് പറയുന്നത്. അപ്പം ഫിറ്റ്മെന്റ് ഘടകം എന്ന് പറയുന്നത് നമ്മുടെ ജീവിത ചെലവുകൾ, പണപ്പെരുപ്പം, മറ്റു കാര്യങ്ങളും മറ്റു കാര്യങ്ങളെല്ലാം കൂടെ കണക്ക് കൂട്ടിയിട്ട് പേ കമ്മീഷൻ, അതായത് 8ാം ശമ്പള കമ്മീഷൻ ഒരു കണക്ക് കൂട്ടിലെത്തിക്കും. പിന്നീടാണ് സർക്കാരാണ് അത് നിർണ്ണയിക്കുക എത്രയാണ് ഫിറ്റ്മെന്റ് ഘടകം എന്ന് നിർണ്ണയിക്കുക. അങ്ങനെയാണ് ശമ്പള കമ്മീഷനിൽ നിന്ന് ഇത്ര ഫിറ്റ്മെന്റ് ഘടകം വെച്ചിട്ട് ശമ്പളം വർദ്ധിപ്പിക്കുന്നത്. അല്ലാതെ ഒരു തീരുമാനം ഇതുവരെ ഉണ്ടായിട്ടില്ല. DA മറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം, കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് 50%-ലധികം DA, 60%-60%-ഓളം DA നിലവിൽ ലഭിക്കുന്നുണ്ട്. DA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷാമബത്ത, ഡിയർനെസ് അലവൻസ്, ഇത് നിലവിൽ ലഭിക്കുന്നുണ്ട്. അപ്പം ഇത് ഇനി മറ്റേ പുതിയ ശമ്പള കമ്മീഷൻ വരുമ്പോൾ ലയിപ്പിക്കുമ്പോൾ എത്രത്തോളം ലഭിക്കുമെന്നുള്ള വലിയൊരു ആശങ്ക കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കുണ്ട്. 7ാം ശമ്പള കമ്മീഷൻ നിലവിൽ വരുമ്പോൾ അന്ന് 125%-ഓളമായിരുന്നു DA ഉണ്ടായിരുന്നു. ഇത് പ്രത്യേക ഒരു കണക്ക് ബേസ് ചെയ്ത് ലയിപ്പിക്കുന്നത് അല്ലെങ്കിൽ അതുമായി ലയിപ്പിക്കുന്ന ഒരു കണക്ക് വരും. പിന്നെ അങ്ങനെല്ലാം കണക്കെല്ലാം വന്നു കഴിഞ്ഞപ്പോൾ ഏകദേശം വെറും 36%-ആയിരുന്നു 7ാം ശമ്പള കമ്മീഷൻ നിലവിൽ വന്നപ്പോൾ കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ ശമ്പളത്തിൽ വർധനമുണ്ടായി. അതായത് 2.57 ഫിറ്റ്മെന്റ് ഫാക്ടർ ഉണ്ടായിരുന്നെങ്കിലും ഇത്തരത്തിലുള്ള ശമ്പള വർധനവ് അത്തരത്തിൽ 36% കൂടിയെന്ന് മാത്രമേ പറയാൻ സാധിക്കുള്ളൂ. കാരണം ആ സമയത്ത് DA അത്രയ്ക്കധികം വർദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇത്തരത്തിലൊരു കണക്കുകൂട്ടൽ കൃത്യമായി വരാറുണ്ട്. ഏകദേശം പല കണക്കുകളനുസരിച്ച് 2027 ആദ്യത്തോടോ അല്ലെങ്കിൽ അതിൻ്റെ സാമ്പത്തിക വർഷം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ 2027 സാമ്പത്തിക വർഷം അല്ലെങ്കിൽ 2026 സാമ്പത്തിക വർഷം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ കേന്ദ്ര സർക്കാരിൽ നിന്ന് ഔദ്യോഗികമായ അറിയിപ്പ് ഉണ്ടാകും എന്നാണ്. കാരണം ഇപ്പം ഭയങ്കര ഫാസ്റ്റ് മൂവിങ് ആണ് പേപ്പർ വർക്ക്സും കാര്യങ്ങളൊക്കെ പൊക്കോണ്ടിരിക്കുന്നത്. അപ്പം ഈ 2027 ആദ്യ ഭാഗത്തിൽ തന്നെ അല്ലെങ്കിൽ 2026 സാമ്പത്തിക വർഷം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ എല്ലാവർക്കും കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് തങ്ങളുടെ പുതിയ ശമ്പളം എത്രയാണെന്ന് അറിയാൻ സാധിക്കും എന്നാണ് പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത്. ഇതൊന്നും ഔദ്യോഗികമല്ല, പല റിപ്പോർട്ടുകളും നമ്മൾ ഈ ബിസിനസ് മാധ്യമങ്ങൾക്ക് അവർക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ചാണ് ഈ റിപ്പോർട്ടുകൾ പഠിച്ചതിന് ശേഷമാണ് പറയുന്നത്. അപ്പം ഇത്തരത്തിൽ ഒരു വലിയൊരു മാറ്റം, ശമ്പള സ്കെയിലിൽ വലിയൊരു മാറ്റം ഉണ്ടാകും. കാരണം നിരവധി പേര് VRS എടുക്കാനും അല്ലെങ്കിൽ ഈ പേ കമ്മീഷൻ മാറിയതിനു ശേഷം, ശമ്പള സ്കെയിൽ മാറിയതിനു ശേഷം VRS എടുക്കണം. കാരണം 2026 ജനുവരി മുതലുള്ള മുൻകാല പ്രാബല്യത്തിൽ കുടിശ്ശിക അടക്കമാണ് ഇവർക്ക് പുതിയ പേ കമ്മീഷൻ വരുമ്പോൾ കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള കൃത്യമായ ഒരു വിവരം ലഭിക്കുന്നതിന് ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ലഭിക്കുന്നതിന് വേണ്ടി ആണ് കാത്തിരിക്കുന്നത്. പലരും ഇത് കഴിഞ്ഞ് റിസൈൻ ചെയ്ത് അതല്ലെങ്കിൽ VRS എടുക്കുക, റിട്ടയർമെന്റിന് വേണ്ടി കാത്തിരിക്കുന്ന നിരവധി ജീവനക്കാരുണ്ട്. മറ്റൊരു റിപ്പോർട്ട് ഞാൻ അറിയുന്ന റിട്ടയർമെന്റിന് വേണ്ടി കാത്തിരിക്കുന്ന ജീവനക്കാർക്ക് വേണ്ടിയാണ്. കാരണം റിട്ടയർമെന്റ് ഈ കാലയളവ് റിട്ടയർ ചെയ്യുന്നവരെ കൂടെ അവർക്ക് ഒരു ആനുകൂല്യം നഷ്ടപ്പെടില്ല എന്നുള്ള റിപ്പോർട്ട് ഞാൻ കഴിഞ്ഞ ദിവസം വായിക്കാനിടയായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സർക്കാർ പെൻഷൻ ഉപയോഗത്തോടെ നിലവിൽ ലഭിക്കുന്ന അടിസ്ഥാന പെൻഷൻ 9,000 രൂപയാണ്. അത് ഇതേപോലെ തന്നെ ഫിറ്റ്മെന്റ് ഘടകം കണക്കിലാക്കി അതിൻ്റെ അടിസ്ഥാന പെൻഷൻ ഉയർത്തുകയും ചെയ്യും. ഇപ്പം
9,000 ലഭിക്കുന്നത് പെൻഷന് എട്ടാം ശമ്പള കമ്മീഷൻ ഉദാഹരണം മാത്രമാണ്. എട്ടാം ശമ്പള കമ്മീഷനിലെ ഫിറ്റ്മെന്റ് ഘടകം 2.2 ആകുകയാണെങ്കിൽ 9,000 നിന്ന് 18,000 രൂപയായിട്ട് ഫിറ്റ്മെന്റ് ഘടകം വർദ്ധിക്കാൻ ഇടയാകും എന്നാണ് റിപ്പോർട്ടുകളിൽ അങ്ങനെയാണ്. ആ രീതിയിലായിരിക്കും എല്ലാ കാര്യവും നിർണ്ണയിക്കുന്നത്. അപ്പം എടുത്തിയാടി തീരുമാനമായി നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കരുത്. കാരണം ഒരു ഘട്ടം മാത്രമാണ് തീർന്നിട്ടുള്ളത്. ഡേറ്റ കളക്ഷൻ മാത്രമാണ് എട്ടാം ശമ്പള കമ്മീഷനുമായി ബന്ധപ്പെട്ട് ഇതേവരെ എടുത്തിട്ടുള്ളത്. അല്ലാതെ നിങ്ങൾ പലരും പറയുന്നത് പോലെ എല്ലാ തീരുമാനവുമായി എന്നൊന്നും ആരും വിചാരിക്കരുത്. വലിയ രീതിയിലുള്ള പ്രോസസ്സാണ്. കാരണം അതുകൊണ്ടാണ് സർക്കാർ ഇതുപോലെ ഒരു പേ കമ്മീഷനെയൊക്കെ ഒരു 3 അംഗ കമ്മീഷനൊക്കെ നിയമിച്ച് ഇതിലൊരു തീരുമാനം ഉണ്ടാകുന്നത്. അപ്പം മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. നന്ദി, നമസ്കാരം.